ദൈവവചന ധ്യാനത്തിലേക്ക് വരാം. ഇന്ന് കർത്താവ് നമ്മളോട് വചനത്തിൽ കൂടെ ആത്മാവിൽ കൂടെ ഹൃദ്യമായി സംസാരിക്കാൻ പോവുക. നമ്മളിന്ന് ധ്യാനിക്കാൻ പോകുന്നത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങളാണ് ധ്യാനിക്കാൻ പോകുന്നത്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വമുണ്ടാകട്ടെ. ആമേൻ. കഴിഞ്ഞ ബുധനാഴ്ച നമ്മുടെ ഫാമിലി പ്രയറിനകത്ത് ഞാൻ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ എനിക്ക് ദൈവം തന്ന ഒരു സന്ദേശം ഞാൻ ആ പ്രയറിൽ അല്പസമയം പറഞ്ഞു. അന്നേരം മുതൽ ഇത് പറയാൻ എൻ്റെ ഉള്ളിൽ കിടന്ന് പിടയ്ക്കുക. കാരണം അത് നിങ്ങൾക്ക് മാത്രമല്ല, പ്രസംഗിക്കുന്ന എനിക്കും വിടുതലാണെന്ന് അതിൽ നിന്നൊരു ബോധ്യം കിട്ടിയിട്ടുണ്ട്. എഫേസ്യ ലേഖനത്തെ വേദപണ്ഡിതാക്കൾ ലേഖനങ്ങളുടെ റാണി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എഫേസ്യ ലേഖനം മൊത്തം വായിച്ച് തീർത്തിട്ടുള്ളവരുണ്ടോ ഒന്ന് കൈ ഉയർത്താമോ? എഫേസ്യ ലേഖനം മൊത്തം വായിച്ചിട്ടുള്ളവർ മിക്കവാറും ഒക്കെ. എന്നാലും മടിയന്മാരും വായിക്കാത്തവർ ഇരിപ്പുണ്ട്. ലൈവിൽ കാണുന്നവരോട് ചോദിക്കുക, എഫേസ്യ ലേഖനം മൊത്തം വായിച്ച് തീർത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്നൊന്ന് ടൈപ്പ് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ദൂതിലോട്ട് വരിക. എഫേസ്യ ലേഖനത്തിൽ 2 പ്രധാന പ്രാർത്ഥനകളുണ്ട്. ഒന്നാമത്തെ പ്രാർത്ഥന പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. കാറ് കിട്ടാനും വീട് കിട്ടാനുമുള്ള പ്രയർ അല്ല. പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. രക്ഷിക്കപ്പെട്ടവൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അത് നീ തിരിച്ചറിഞ്ഞാൽ ഇപ്പോൾ നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന സകല രോഗവും നിന്നെ വിട്ടുപോകും. ഓ ഹല്ലേലൂയ. വിശ്വസിക്കുന്നവൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി. നിങ്ങൾക്കത് മനസ്സിലാകാനായിട്ട് യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന പലരും യേശുവിനെ മുട്ടി ഉരുമി നടന്നിട്ടും അവർക്കൊരു ഫീലിങ്ങും ഉണ്ടായില്ല. എന്നാൽ വിശ്വസിച്ചൊരു സ്ത്രീ പുറകിൽ കൂടെ വന്ന് ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടവൾ നിന്ന് വിറച്ചോണ്ട് പറയുക, എന്നിലൊരു ദൈവശക്തി വ്യാപരിച്ചു വെളിപ്പെട്ടു. അതെന്ത് സംഭവിച്ചെന്നറിയാമോ? വർഷങ്ങളായി എന്നെ അലട്ടിയ മാരക രോഗങ്ങളെ അവിടെ പിടിച്ചു നിർത്തി ഞാൻ സൗഖ്യമായി. കേട്ടോ? അപ്പോൾ വിശ്വസിക്കുന്നവരിൽ മാത്രമേ ഇത് വ്യാപരിക്കത്തുള്ളൂ. ഇന്നിവിടെ വചനം കേൾക്കാൻ വന്നവരോട് ഞാൻ പറയാം, നിങ്ങളിൽ ദൈവിക വിശ്വാസം അധികമായി വർദ്ധിക്കണം. അപ്പോൾ ഒന്നാമത് പറയുകയാണ്, വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. പൗലോസിന്റെ 2ാമത്തെ പ്രാർത്ഥന 3-ാം അധ്യായത്തിലുണ്ട്. ദൈവസ്നേഹത്തിൻ്റെ നീളം, ആഴം, ഉയരം എന്നിവ നിങ്ങൾ ഗ്രഹിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. സ്തോത്രം. അത് എഫേസ്യ ലേഖനത്തിൽ അതേ അധ്യായത്തിൽ കിടപ്പുണ്ട്. 18-ാം വാക്യം, വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരുടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തനാകുകയും ദൈവത്തിൻ്റെ എല്ലാം നിറവോളം നിറഞ്ഞു വരികയും വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ 2 പ്രാർത്ഥന പൗലോസ് പ്രാർത്ഥിച്ചിട്ട് പൗലോസ് യേശു ക്രിസ്തുവിന് അതിന് മുകളിലത്തെ പ്രാർത്ഥനയ്ക്കകത്ത് എഴുതിയിട്ടുണ്ട്, ആ ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. എന്നിട്ട് പൗലോസ് പറയുക, ഹല്ലേലൂയ, ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ നമ്മളിൽ വ്യാപരിക്കുന്നവന് കഴിയും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒന്നുകൂടെ പറയാം, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ. എല്ലാവരും കൂടെ അത് പറഞ്ഞ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും. ഞാൻ ഈ വചനത്തെ 3ആയിട്ടൊന്ന് മുറിച്ചു മാറ്റുക. ചോദിക്കുന്നത് ദൈവം ചെയ്തു തരും, ചിന്തിക്കുന്നത് ദൈവം ചെയ്തു തരും, അതിനപ്പുറവും ദൈവം ചെയ്തു തരും.
ഓ ഹല്ലേലൂയ. ഇന്ന് ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനസ്സുകൊണ്ട് പറഞ്ഞ്, ഞാൻ ചോദിക്കുന്നത് ദൈവം ചെയ്തു തരും. നിനക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരുന്നത് മനുഷ്യരല്ല, ദൈവമാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഇന്ന് ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്തു തരും? ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി ചെയ്യുന്നത് മനുഷ്യരല്ല, ബന്ധുക്കൾ കൈയൊഴിഞ്ഞത് ദൈവം ചെയ്യാൻ വേണ്ടിയാ. ദൈവത്തിന് സ്തോത്രം. സഹായിക്കാമെന്നവർ നിന്നെ കണ്ടപ്പോൾ വഴിമാറിപ്പോയത് നിന്നെ മറന്നതല്ല, ദൈവം ചെയ്യാൻ വേണ്ടിയാ.